ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് മലയാളർ. ഞാനൊരു പുതിയ വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളാണ്. അപ്പോൾ നമുക്ക് സമയം ഒന്നും വെച്ചേക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചെറിയ ചാനൽ കാണുന്നതെങ്കിൽ ഇവിടെ സബ്സ്ക്രൈബ് മൈ ചാനൽ, ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം ഒന്നും വെച്ചേക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബേബി ജോൺ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വരുൺ ധവാൻ, കീർത്തി സുരേഷ്, വാമിക ഗബ്ബി, ജാക്കി ഷറഫ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മാക്സ് ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു ബേബി ജോൺ എന്ന് പറയുന്നത്. തമിഴിലെ തെറി എന്ന് പറയുന്ന ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നു ബേബി ജോൺ എന്ന് പറയുന്നത്. ചിത്രത്തിന്റെ റെന്റ് ഓപ്ഷനിലായിരുന്നു ആദ്യം ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ആമസോൺ പ്രൈമിലൂടെ. ഇപ്പോൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ചിത്രം ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ആമസോൺ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മുഫസ ദ ലയൺ കിങ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഒരു ആനിമേറ്റഡ് മൂവി ആയിട്ടുള്ള മുഫസ എന്ന് പറയുന്ന ഈ ഒരു ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ഓവർസീസിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ഓവർസീസിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട് ആമസോൺ പ്രൈമിലൂടെ. അല്ലാത്തവർക്ക് ചിത്രം ടെലിഗ്രാമിൽ ഒന്ന് തപ്പിയ ചിത്രം ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. റീച്ചർ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അലൻ റിച്ചാർഡ്സൺ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു ക്രൈം ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ഒരു വെബ് സീരീസ് ആണ് റീച്ചർ എന്ന് പറയുന്നത്. ആമസോൺ പ്രൈമിലൂടെ ഈ വെബ് സീരീസിന്റെ 1-2 പാർട്ടുകൾ ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യ ഭാഷയിലാണ് ഈ ഒരു വെബ് സീരീസിന്റെ ലാംഗ്വേജസ് വന്നിട്ടുള്ളത്. ഇതിന്റെ അടുത്തുള്ള പാർട്ടുകളൊക്കെ വരും ദിവസങ്ങളിലൂടെ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഈ ഒരു വെബ് സീരീസ് കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. തണുപ്പ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ നിതീഷ് നമ്പ്യാർ, അതുപോലെ തന്നെ ജിബിയ, കോട്ടിക്കൽ ജയചന്ദ്രൻ, അരുൺകുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമ പോലത്തിലെടുത്താവുന്ന ചിത്രമായിരുന്നു തണുപ്പ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ ഒരു ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് മനോരമ മാക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 21-ാം തീയതി മനോരമ മാക്സിലൂടെ ചിത്രം കാണാവുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഹലോ മമ്മി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഷറഫുദ്ദീൻ, ഐശ്വര്യ ലക്ഷ്മി, അജു വർഗീസ്, ജഗദീഷ്, ജോണി ആൻ്റണി, അതുപോലെ തന്നെ ജോമോൻ ജ്യോതിർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ കോമഡി കാറ്റഗറിയിൽ എടുത്തുന്ന ഒരു ചിത്രമായിരുന്നു ഹലോ മമ്മി എന്ന് പറയുന്നത്. നവംബർ മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിലൊരു വലിയൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ആമസോൺ പ്രൈമാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 21-ാം തീയതി സർപ്രൈസ് റിലീസായിട്ട് ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ തെലുങ്ക് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മാർക്കോ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. വേൾഡ് വൈഡ് ഡിസംബർ തിയേറ്ററിലൈസ് ചെയ്ത് വലിയൊരു തരംഗം സൃഷ്ടിച്ചിട്ടുള്ള ഒരു വലിയൊരു വയലൻസ് നിറഞ്ഞിട്ടുള്ള ചിത്രമായിരുന്നു മാർക്കോ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ എല്ലാ പതിപ്പുകളും കഴിഞ്ഞ ആഴ്ച, അതായത് ഫെബ്രുവരി 14-ാം തീയതി സോണിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സ്പെഷ്യലായിട്ട് ഈ ചിത്രത്തിൻ്റെ തെലുങ്ക് വെർഷൻ ഈ വരുന്ന ഫെബ്രുവരി 21-ാം തീയതി ഓൾറെഡി റിലീസ് ആയതാണ്. ഇപ്പോൾ ആഹാ തെലുങ്കിലൂടെയും ചിത്രത്തിൻ്റെ തെലുങ്ക് പതിപ്പ് കൂടി സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. രാസ്ത എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സജീന ഖാലിദ്, അതുപോലെ തന്നെ അനഘ നാരായണൻ, സുധീഷ്, TJ രവി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മലയാളം ഡ്രാമ വിഭാഗത്തിലെടുത്താന്ന ചിത്രമായിരുന്നു രാസ്ത എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് മനോരമ മാക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 20 മനോരമ മാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബോട്ടിൽ രാധ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഗുരു സോമസുന്ദരം, അതുപോലെ തന്നെ സജ്ജന നടരാജൻ, ലുലു സഭ മാരൻ, അതുപോലെ തന്നെ ജോൺ വിജയ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിലെടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ബോട്ടിൽ രാധ എന്ന് പറയുന്നത്. 2023 റിലീസ് ചെയ്ത് ഒരുപാട് അവാർഡുകളൊക്കെ നേടിച്ചിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ആഹാ തമിഴാണ്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 21-ാം തീയതി ആഹാ തമിഴിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. തമിഴ് വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. ഓഫീസ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ ശബരീഷ്, അതുപോലെ സ്നേഹ, TSR, കീർത്തിവേൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിലും എടുത്താവുന്ന ഒരു വെബ് സീരീസാണ് ഓഫീസ് എന്ന് പറയുന്നത്. ഈ ഒരു വെബ് സീരീസ് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ വരുന്ന ഫെബ്രുവരി മാസം 21-ാം തീയതി പാൻ ഇന്ത്യ ഭാഷയിൽ മലയാളം ഉൾപ്പെടെയുള്ള എല്ലാ ഭാഷയിലൂടെയും ഈ ഒരു ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്.
ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വിദാമുയർച്ചി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അജിത് കുമാർ, അർജുൻ സർജ, തൃഷ കൃഷ്ണൻ, രഗീന കൺസാൻഡ്ര എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മാസ് ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു വിദാമുയർച്ചി എന്ന് പറയുന്നത്. ഫെബ്രുവരി മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിലൊരു ഭേദപ്പെട്ട കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സും സ്വന്തമാക്കി നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യാമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഫെബ്രുവരി മാർച്ച് ഫസ്റ്റ് കൂടിയിട്ടായിരിക്കും റിലീസ് ചെയ്യുന്നതാകുക. ചിത്രത്തിൻ്റെ 4K HD പ്രിന്റ് ഇപ്പോൾ റിലീസായിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ടെലിഗ്രാമിലൂടെയൊക്കെ ചിത്രം കാണാവുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡാക്കു മഹാരാജ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബാലയ്യ, അതുപോലെ തന്നെ ബോബി ഡിയോൾ, അതുപോലെ തന്നെ പ്രയാഗ് ജയ്സ്വാൾ, ഉർവശി റൊട്ടാല എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മാക്സ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിലൂടെ തന്ന ഒരു ചിത്രമായിരുന്നു ഡാക്കു മഹാരാജ എന്നുള്ളത്. ജനുവരി മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയിട്ടുള്ള ബാലയ്യയുടെ ചിത്രം കൂടിയായിരുന്നു ഡാക് മഹാരാജ എന്ന് പറയുന്നത്. ബോബി കോഹ്ലിയാണ് ചിത്രത്തിന് ഡയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കി നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 21 നെറ്റ്ഫ്ലിക്സിലൂടെ പാൻ ഇന്ത്യ ഭാഷ, മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബച്ചാ മെല്ലി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. അല്ലേരി നരേഷ്, അതുപോലെ തന്നെ അമൃത അയ്യർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മാക്സ് ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്നൊരു ചിത്രമായിരുന്നു ബച്ചാ മെല്ലി എന്ന് പറയുന്ന. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് നമ്മുടെ സിംപ്ലി സൗത്ത് ആണ്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 21 സിംപ്ലി സൗത്തിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ക്രൈം ബീറ്റ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ ദാനിഷ് ഹുസൈൻ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ഒരു വെബ് സീരീസ് ആണ് ക്രൈം ബീറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു വെബ് സീരീസിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് C5 ആണ്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 21 ഹിന്ദി ഭാഷയിലൂടെയാണ് ചിത്രം ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. C5 ഹിന്ദി ഭാഷയിലൂടെയാണ് ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് അപ്ഡേറ്റ് ആണ്. നീരജ് മാധവ്, അജു വർഗീസ്, ആനന്ദ് മന്മഥൻ, അതുപോലെ തന്നെ ഗൗരി കൃഷ്ണ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ് നമ്മുടെ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ചിത്രം. മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യ ഭാഷയിലൂടെ ഈ ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 21 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ലവ് ആക്ഷൻ ഡ്രാമ ഭാഗത്തിൽ എടുത്താവുന്ന ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. സുഴൽ പാർട്ട് 2 എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കതിർ, അതുപോലെ തന്നെ ഐശ്വര്യ രാജേഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു വെബ് സീരീസ് ആയിരുന്നു സുഴൽ എന്ന് പറയുന്നത്. ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള സുഴൽ 2 ആണ് ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 28 ചിത്രം തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബേസിൽ ജോസഫ്, ചെമ്പ വിനോദ് ജോസ്, അതുപോലെ തന്നെ സൗബിൻ സാഹിർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മാക്സ് ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്നത്. ജനുവരി മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ ഒരു ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 28 ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പ്രാവ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അമിത് ചക്കാലക്കൽ, യാമി സോന, അതുപോലെ തന്നെ മനോജ് കെയു, സാബുമോൻ, നിഷ സാരംഗ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചുള്ള ഒരു ലവ് റൊമാൻറ്റിക് ഡ്രാമ ഭാഗത്തിലൂടെ തന്ന ചിത്രമായിരുന്നു പ്രാവ് എന്ന് പറയുന്നത്. 2023 സെപ്റ്റംബർ 15 തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം കമ്മിങ് സൂൺ പോസ്റ്റർ ആമസോൺ പ്രൈമിനോട് ഭാഗത്തുനിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. മേ ബി ചിത്രം അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. രേഖാ ചിത്രം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആസിഫ് അലി, അനശ്വര രാജൻ, മമ്മുക്ക, സിദ്ദിഖ്, മനോജ് കെ ജയൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു രേഖാ ചിത്രം എന്ന് പറയുന്നത്. ജനുവരി മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഇരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് സോണി ലീവാണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 7 സോണി ലീവിലൂടെ പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്.